Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. The joint probability density of a two-dimensional random variable is f of xy is equal to xy by 96, 0 less than x less than 4, 1 less than y less than 5, 0 otherwise. Find the probability of 1 less than x less than 2, 2 less than y less than 3. ഇത് ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ടു കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ അതാണ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 3 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ വൈഡ് ലിമിറ്റ് എത്രയാണ്? ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് 5 ആണ്. ഇവിടെ വൈഡ് ലോവർ ലിമിറ്റ് ഏതാണ്? 2 to 3. അപ്പൊ ഈ 2 to 3 എന്നുള്ളത് 1 to 5 പെട്ടു. രണ്ടാമത്തെ കേസ് എക്സിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 1 ആണ്, അപ്പർ ലിമിറ്റ് 2 ആണ്. നമ്മുടെ എക്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 0 to 4. അപ്പൊ അതിലും അത് പെട്ടു. ഇത് നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിക്കണം. ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ ബൈ 96 dx dy. ഈ ഫംഗ്ഷൻ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് വൈ ബൈ 96 ആണ്. എക്സ് വൈ ബൈ 96നോട് അടുത്ത് എടുക്കുന്നത് ആരാണ്? dx. അപ്പൊ എക്സിന്റെ ലിമിറ്റ് നമ്മൾ ആദ്യം എഴുതുക 1 to 2. വൈ ആണ് ഇതിനോട് അകന്ന് എടുക്കുന്നത്. വൈയുടെ ലിമിറ്റ് രണ്ടാമത് എഴുതുക 2 to 3. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് 2 ആണ്. ഇവിടെ നോക്കിയേ എക്സിന്റെ ലിമിറ്റ് ഏതാണ്? ലോവർ ലിമിറ്റ് 0 to 4 ആണ്. അപ്പൊ 0 to 4ന്റെ ഇടയ്ക്ക് ആയിരിക്കും 1 to 2 എടുക്കുന്നത്. അപ്പൊ നമുക്ക് 1 to 2 എന്നുള്ള ലിമിറ്റ് എടുത്തു. വൈഡ് ലിമിറ്റ് 1 മുതൽ 5 വരെ ഉണ്ട്. ഇവിടെ നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്നതാണ് 2 മുതൽ 3 വരെയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 to 3 1/96 നമ്മൾ പുറത്തേക്ക് എടുത്തു. വൈ നമുക്ക് പുറത്തേക്ക് എടുക്കുക. y by 96 എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 2, എക്സിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 2 d1. ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 2 to 3 y by 96 into 2. ഈ എക്സിന് പകരം നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 4, 4 മൈനസ് 1 3 വരും. Then അപ്പോ എക്സിന്റെ പോർഷൻ മൊത്തം മാറി, വൈ മാത്രം അവിടെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 1 by ഇവിടെ 3 by 96 into 2 അത് പുറത്തേക്ക് കിട്ടും. ഇനി വൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ ബൈ 2 വരും. ലോവർ ലിമിറ്റ് 2 അപ്പർ ലിമിറ്റ് 3. അപ്പോൾ 3 by 96 into 2 into 2 ഈ 2 പുറത്തേക്ക് എടുത്തു. വൈക്ക് നമ്മൾ 3 കൊടുക്കുമ്പോൾ 9 വരും. 9 മൈനസ് വൈക്ക് 2 കൊടുക്കുമ്പോൾ 4 വരും. അപ്പൊ നമുക്ക് 3 ഡിവൈഡ് ബൈ 96 into 2 into 2 into 9 minus 4 എത്രയാണ്? 5. That is equal to നമുക്ക് 3ഉം 96ഉം നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 96 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 9 6 32 വരും. 32 വരും. അപ്പോ 1/5 ഡിവൈഡ് ബൈ 32 into 4. 32 into 4. That is equal to 5 divided by 4 into 8, 4 3 10. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5/128 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 5/128. അപ്പൊ ഇവിടെ കിട്ടിയ ആൻസർ 5/128 ആണ്. ഇവിടെ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആകണമെങ്കിൽ it should satisfy two conditions. ഫസ്റ്റ് കണ്ടീഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ നമ്മളോട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സിന്റെ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 4 ആണ്. അതുപോലെ വൈയുടെ ലോവർ ലിമിറ്റ് 1 ആണ്,
അപ്പർ ലിമിറ്റ് 5 ആണ്. അപ്പോൾ y lies between 1 to 5 and x lies between 0 to 4. അവിടെയാണ് ഫംഗ്ഷൻ x 96 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ x ലെസ് ദാൻ 2, 2 ലെസ് ദാൻ y ലെസ് ദാൻ 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇന്റഗ്രൽ എഴുതുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ x 96 dx dy എടുക്കുമ്പോൾ ഇവിടെ dx dy ഫംഗ്ഷനോട് ചേർന്ന് എടുക്കുന്ന ആരാണ്? x ആണ്, dx ആണ്. അപ്പൊ നമ്മൾ x ന്റെ ലിമിറ്റ് ആദ്യം എഴുതാം. x ന്റെ ലിമിറ്റ് എന്താണ്? 1 to 2. ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 2. അത് 0 to 4 പെടുന്നതാണ് ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 2. ഇനി ഫംഗ്ഷനോട് അകന്ന് കിടക്കുന്ന ആരാണ്? y ആണ്, dy. അപ്പോൾ y യുടെ ലിമിറ്റ് പുറത്തിടുക, ലോവർ ലിമിറ്റ് 2 അപ്പർ ലിമിറ്റ് 3. അതിനുശേഷം നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു പോർഷനെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. x ആണ് വേരിയബിൾ, y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ y നമ്മൾ പുറത്തേക്ക് ഇട്ടു, y/96. ഈ x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 2. ദെൻ നമ്മൾ ഈ 1/y/96 × 2 പുറത്തേക്ക് ഇട്ടു. ഇവിടെ നമ്മൾ x ന് 2 കൊടുക്കുമ്പോൾ ഇതിന്റെ 4 -1 3 വരും. അപ്പോൾ y മാത്രമായിട്ട് വരും. ഇനി ഇതിലുള്ള കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് ഇട്ടു. 3/96 × 2. ഈ y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 വരും. y²/2 എന്ന് വരും. അപ്പൊ 3/96 × 2 × 2 9 - 4 വരും. അപ്പൊ 3/96 × 2 × 2 × 5 വരും. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യും. 3ഉം 96 വെട്ടിക്കളയുമ്പോൾ 3 2 6 3 9 96 വരും. അപ്പൊ 32 × 4 128. ഫൈനൽ ആൻസർ വിൽ ബി 5/128. ഇത് ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ.